ഹലോ എവ്രി വൺ. നമ്മളിന്ന് കൺകറൻസി കൺട്രോൾ ആൻഡ് റിക്കവറി ഇൻ ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. കൺകറൻസി കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു സെയിം ഡാറ്റേനെ ഒരേ ടൈമിൽ റീഡ് ചെയ്യുക, റൈറ്റ് ചെയ്യുക. അതെങ്ങനെ കൺട്രോൾ ചെയ്യാം? അങ്ങനെ ഒരു പ്രോബ്ലം, അതായത് അങ്ങനെ സെയിം ഡാറ്റേനെ നമ്മൾ ഒരേ ടൈമിൽ റീഡ് ചെയ്യുകയും റൈറ്റ് ചെയ്യുന്ന ടൈമിൽ എന്തൊക്കെ പ്രോബ്ലംസ് അറൈസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് നമ്മൾ ഇതിൽ നോക്കാൻ പോകുന്നത്. ഇപ്പം നോർമലായിട്ടുള്ള സെൻട്രലൈസ്ഡ് DBMS എൻവയോൺമെൻറ്റിനെക്കാട്ടിയും കുറച്ചുകൂടി കൺകറൻസി പ്രോബ്ലം എവിടെ ഉണ്ട്? ഡിസ്ട്രിബ്യൂട്ടഡ് DBMSൽ ഉണ്ട്. പ്രോബ്ലംസ് ഒക്കെ അറിയുന്നുണ്ട്. നമ്മൾ നോർമൽ DBMSനെ വെച്ച് നോക്കുമ്പോൾ, സെൻട്രലൈസ്ഡ് DBMSനെ വെച്ച് നോക്കുമ്പോൾ മറ്റേതിലാണ് ഡിസ്ട്രിബ്യൂട്ടഡ് DBMSൽ ന്യൂമറസ് പ്രോബ്ലംസ് ഈ കൺകറൻസി കൺട്രോൾ കൊണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഡീലിംഗ് വിത്ത് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ദ ഡാറ്റ ഐറ്റത്തിൻ്റെ മൾട്ടിപ്പിൾ കോപ്പീസിനെ വെച്ച് നമ്മൾ ഡീൽ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം ഒക്കർ ചെയ്യും. കൺകറൻസി എന്നുള്ള ഒരു പ്രോബ്ലം ഒക്കർ ചെയ്യും. ഇനി സെക്കൻഡ് വൺ പറയുന്നത് ഫെയിലിയർ ഓഫ് ഇൻഡിവിജ്വൽ സൈറ്റ്സ്. ഫെയിലിയർ ഓഫ് ഇൻഡിവിജ്വൽ സൈറ്റ്സ് എന്ന് പറയുമ്പോൾ, നമ്മൾ ഏതെങ്കിലും ഒരു സൈറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ പെട്ടെന്ന് അത് ഫെയിലായി. അപ്പോൾ നമ്മൾ എന്താക്കി, അടുത്ത സൈറ്റ് എടുത്ത് നോക്കി. അപ്പം നമ്മൾ ഫസ്റ്റ് ഫെയിലായിട്ടുള്ള ആ സൈറ്റ് നമുക്ക് പിന്നെ റിക്കവർ ചെയ്യുന്ന ടൈമിൽ ആ ലോക്കൽ ഡാറ്റാബേസ് എന്തായിരിക്കണം, ആ ഒരു ചേഞ്ചിനെ അപ് ടു ഡേറ്റ് ആയിട്ട് നടത്തണം. അപ്പം കൺകറൻസി ഉണ്ടാകുമ്പോൾ അത് നടത്താൻ ഡാറ്റാബേസിന് പറ്റില്ല, ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസ് സിസ്റ്റത്തിന് നടക്കില്ല. ഇനി നെക്സ്റ്റ് തേർഡ് വൺ പറയുന്നത് ഫെയിലിയർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ലിങ്ക്സ് ആണ്. ഫെയിലിയർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ലിങ്ക് എന്ന് പറയുമ്പോൾ ദ സിസ്റ്റം മസ്റ്റ് ബി ഏബിൾ ടു ഡീൽ വിത്ത് ഫെയിലിയർ ഓഫ്, അതായത് ഒരു സിസ്റ്റം എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ ഫെയിലിയർ നടക്കുമ്പോൾ അതിനെ ഡീൽ ചെയ്യാൻ എപ്പോഴും കേപ്പബിൾ ആയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്ട്രീം കേസ് എന്ന് പറയുന്നത്, എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ഫെയിലിയർ ഉണ്ടാകുന്ന ടൈമിൽ ദിസ് ബ്രേക്സ് അപ്പ് ദ സൈറ്റ്സ് ഇൻ ടു സൈറ്റ് 2 or more പാർട്ടീഷൻസ് ആയിട്ട് ബ്രേക്ക് ആവും. the sites within each partition can communicate only with, അപ്പോൾ ഓരോ സൈറ്റിനും ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഓൺലി വിത്ത് ഏതെങ്കിലും ആ ഒരു പാർട്ടീഷൻ നടന്നിട്ടുള്ള സൈറ്റിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് നോട്ട് വിത്ത് സൈറ്റ്സ് ഇൻ ദ, പക്ഷെ അത് വേറെ സൈറ്റിൻ്റെ പാർട്ടീഷനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സിസ്റ്റത്തിന് പറ്റില്ല. അതാണ് ഫെയിലിയർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ലിങ്ക് എന്ന് പറയുന്നത്. ഇനി ഫോർത്ത് വൺ പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്മിറ്റാണ്. ഡിസ്ട്രിബ്യൂട്ടഡ് കമ്മിറ്റ് എന്ന് പറയുകയാണെങ്കിൽ, പ്രോബ്ലംസ് ക്യാൻ അറൈസ് വിത്ത് കമ്മിറ്റിംഗ് എ ട്രാൻസാക്ഷൻ ദാറ്റ് ഈസ് ആക്സസിങ് ഡാറ്റാബേസ് സ്റ്റോർഡ് ഓൺ മൾട്ടിപ്പിൾ സൈറ്റ്സ് ഇഫ് സം സൈറ്റ്സ് ഫെയിൽ ടു ദ, ഈ കമ്മിറ്റ് പ്രോസസ്സിൻ്റെ ആ ഒരു പ്രസൻസ് കൊണ്ട് മൾട്ടിപ്പിൾ സൈറ്റ്സ്, അതായത് ഡാറ്റാബേസ് സ്റ്റോർഡ് മൾട്ടിപ്പിൾ സൈറ്റ്സിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റാബേസിന് നമുക്ക് അത് കിട്ടുകയെന്ന് പറയുന്നത് ഒരു പ്രോബ്ലമാണ്. അതായത് അത് മൾട്ടിപ്പിൾ സൈറ്റ്സിലാണല്ലോ ഉണ്ടാവുക. അപ്പം ദ 2-phase commit protocol is often used to deal with ഈ പ്രോബ്ലത്തിന് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് 2-phase commit protocol ആണ് യൂസ് ചെയ്യുന്നത്. അതായത് കമ്മിറ്റ് യൂസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് അവിടെ ഒരു മൾട്ടിപ്പിൾ സൈറ്റ്സ് നമുക്ക് ഡാറ്റാബേസിന് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ യൂസ് ചെയ്യുക, 2-phase commit protocol ആണ് ആക്സസ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് വൺ പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് ഡെഡ്ലോക്ക് ആണ്. ഡെഡ്ലോക്ക് may occur among several sites. പല സൈറ്റ്സിലും നമുക്ക് പല സൈറ്റ്സിൻ്റെ ഇടയിൽ ഈ ഡെഡ്ലോക്ക് ഒക്കർ ചെയ്യും. സോ ടെക്നിക് ഫോർ ഡീലിംഗ് വിത്ത് ഡെഡ്ലോക്ക് മസ്റ്റ് ബി എക്സ്റ്റെൻഡഡ് ടു ടേക്ക് ദിസ് ഇൻ ടു അക്കൗണ്ട്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാനുള്ള ടെക്നിക്കാണ് നമ്മൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡെഡ്ലോക്ക് നമ്മൾ ഓൾറെഡി അറിയാം. ഇതന്നെ ഏതിനെങ്കിലും നമ്മൾ അലോക്കേറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് വേറെ ഏതെങ്കിലും പ്രോസസ്സ് അലോക്കേറ്റ് ചെയ്ത് വെച്ച ഡാറ്റേനെ നമുക്ക് വെയിറ്റ് ചെയ്ത് നിന്നിട്ട് എത്ര നേരം വേണം വെയിറ്റ് ചെയ്ത് നിന്നിട്ട് കിട്ടാതെ നിൽക്കുന്ന അവസ്ഥേനെയാണ് നമ്മൾ ഡെഡ്ലോക്ക് എന്ന് പറയും. ആ ഒരു പ്രോബ്ലം ഈ കൺകറൻസീനെ കൊണ്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസ് സിസ്റ്റത്തിൽ ഉണ്ടാവുന്നുണ്ട്. അടുത്തത് കൺകറൻസി കൺട്രോൾ പ്രോട്ടോകോൾസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. നമ്മൾ നേരത്തെ എന്തൊക്കെയാണ് കൺകറൻസി ഉണ്ടാവുന്ന പ്രോബ്ലംസ് നോക്കി. ഇനി ആ കൺകറൻസി കൺട്രോൾ പ്രോട്ടോകോൾസ് ആണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ലോക്ക് ബേസ്ഡ് പ്രോട്ടോകോൾ.
ലോക്ക് ബേസ്ഡ് പ്രോട്ടോക്കോൾ എന്താണ്? DBMSൽ ഈ ലോക്ക് എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റ് വരുമ്പോൾ എന്താണ്, ഒരു ഡാറ്റേനെ നമ്മൾ റീഡ് ചെയ്യാൻ റൈറ്റ് ചെയ്യാനൊക്കെ അതിൻ്റെ ട്രാൻസാക്ഷൻ വരുന്ന ടൈമിൽ ആ അൺലോക്ക് ആക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വേറെ ഒന്നിന് ഈ ഡാറ്റാസിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ലോക്ക് ബേസ്ഡ് പ്രോട്ടോക്കോൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കൺകറൻസി പ്രോബ്ലത്തിനെ എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. അതിനെയാണ് നമ്മൾ ലോക്ക് ബേസ്ഡ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് വൺ പറയുന്നത് ഷെയർഡ് ലോക്ക് സിസ്റ്റം. ഷെയർഡ് ലോക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? എ ഷെയർഡ് ലോക്ക് ഈസ് ഓൾസോ കോൾഡ് എ റീഡ് ഓൺലി ലോക്ക് എന്നും പറയും. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വിത്ത് ദ ഷെയർഡ് ലോക്ക് ദ ഡാറ്റ ഐറ്റം ക്യാൻ ബി ഷെയർഡ് ബിറ്റ്വീൻ ട്രാൻസാക്ഷൻസ് തമ്മിലായിരിക്കും നമ്മൾ ഈ ഡാറ്റാസിനെ ഷെയർ ചെയ്യുക. ദിസ് ഈസ് ബിക്കോസ് യു വിൽ നെവർ ഹാവ് പെർമിഷൻ ടു അപ്ഡേറ്റ് ഡാറ്റ. അതായത് നമ്മൾ പറഞ്ഞു ഷെയർഡ് ലോക്ക് സിസ്റ്റം എന്ന് പറയുന്നത് റീഡ് ഓൺലി ലോക്കാണ്. അതിന് നമുക്ക് വേറൊരു ചേഞ്ചും വരുത്താൻ പറ്റില്ല, റൈറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ ഡാറ്റയ്ക്ക് ചേഞ്ച് ഒന്നും വരില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ അതാണ് പറയുന്നത്, നമുക്ക് അതിൽ ആ ഡാറ്റേൻ്റെ മുകളിൽ നമുക്കൊരു അപ്ഡേഷനും വരുത്താൻ പറ്റില്ല. നമുക്ക് ജസ്റ്റ് ട്രാൻസാക്ഷൻസുകൾക്ക് ഈ ഡാറ്റ ഐറ്റത്തിന് ഷെയർ ചെയ്യാൻ മാത്രമാണ് പറ്റുള്ളൂ, ഷെയർഡ് ലോക്ക് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ. ഇനി എക്സ്ക്ലൂസീവ് ഡെഡ് ലോക്ക്. എക്സ്ക്ലൂസീവ് ഡെഡ് ലോക്ക് എന്ന് പറയുന്നത് വിത്ത് ദ എക്സ്ക്ലൂസീവ് ലോക്ക് എ ഡാറ്റ ഐറ്റം ക്യാൻ ബി റീഡ് ആസ് വെൽ ആസ് റിട്ടൺ. റൈറ്റ് ചെയ്യാനും റീഡ് ചെയ്യാനും പറ്റും. അതായത് ഡാറ്റ ഐറ്റത്തിന് എക്സ്ക്ലൂസീവ് ലോക്ക് ആയിട്ടാണ് നമ്മൾ വെച്ചെങ്കിൽ അതിന് നമുക്ക് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും പറ്റും എന്നാണ് പറയുന്നത്. ദിസ് ഈസ് എക്സ്ക്ലൂസീവ് ആൻഡ് കാൺ ബി ഹെൽഡ് കൺകറൻ്റ്ലി ഓൺ ദ സെയിം ഡാറ്റ ഐറ്റം. ഇത് നമുക്ക് നടത്താൻ പറ്റും, അതായത് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും പറ്റും. പക്ഷെ എന്താണ്, ഒരു സെയിം ടൈമിൽ സെയിം ഡാറ്റ ഐറ്റത്തിന് നമുക്ക് കൺകറൻ്റ്ലി റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും പറ്റില്ല. എക്സ് ലോക്ക് ഈസ് റിക്വസ്റ്റഡ് യൂസിങ് ലോക്ക് എക്സ് ഇൻസ്ട്രക്ഷൻ വെച്ചിട്ടാണ് എക്സ് ലോക്കിന് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുക. ട്രാൻസാക്ഷൻ മേ അൺലോക്ക് ദ ഡാറ്റ ഐറ്റം ആഫ്റ്റർ ഫിനിഷിങ് ദ റൈറ്റ് ഓപ്പറേഷൻ. അതായത് ഇപ്പോൾ ഒരു റൈറ്റ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ട്രാൻസാക്ഷൻ അതിനെ അൺലോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേറെ പ്രോസസ്സിന് അതിനെ റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അതാണ് എക്സ്ക്ലൂസീവ് ഡെഡ് ലോക്ക് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് റിക്കവറി ഇൻ ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസസ്. റിക്കവറി, അതായത് ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസിൽ ഒരു പ്രോസസ്സിൻ്റെ റിക്കവറി എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. റിക്കവറി ഓഫ് എ ഫെയിൽഡ് സിസ്റ്റം ഇൻ ദ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിലെ ഫെയിൽഡ് സിസ്റ്റത്തിൻ്റെ റിക്കവറി എന്ന് പറയുന്നത് അത് അത്രയും വെരി ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, കൺസിഡർ ദാറ്റ് ലൊക്കേഷൻ എ സെൻഡ്സ് മെസ്സേജ് ടു ലൊക്കേഷൻ ബി. ലൊക്കേഷൻ ബിയിലേക്ക് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യാണ്. ആൻഡ് എക്സ്പെക്ട്സ് റെസ്പോൺസ് ഫ്രം ബി. എ എന്താണ് വിചാരിക്കുന്നത്? ബി എന്തെങ്കിലും ഒരു റെസ്പോൺസ് തരുമെന്നും എ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ബി ഈസ് അൺഎബിൾ ടു റിസീവ് ഇറ്റ്. ബിക്ക്, അതായത് എ അത് സെൻഡ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും, പക്ഷെ ബിക്ക് ഇതുവരെ ആ റെസ്പോൺസ് റിസീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. there are several problems for the situation. ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അതായത് ഫസ്റ്റ് പറയുന്നത് മെസ്സേജ് വാസ് ഫെയിൽഡ് ഡ്യൂ ടു ഫെയിലിയർ ഇൻ ദ നെറ്റ്വർക്ക്. നെറ്റ്വർക്കിലെ ഫെയിലിയർ കൊണ്ട് മെസ്സേജ് സെൻഡ് ആവാതെ പോയതാവാം. പിന്നെന്താ അടുത്ത പറയുന്നത്, ലൊക്കേഷൻ ബി സെൻഡ് മെസ്സേജ് ബട്ട് നോട്ട് ഡെലിവേർഡ് ടു ലൊക്കേഷൻ എ. അതായത് ചിലപ്പം ബി സെൻഡ് ചെയ്തിട്ടുണ്ടാവാം മെസ്സേജിനെ, പക്ഷെ അത് ലൊക്കേഷൻ എയിൽ എത്താത്തതായിരിക്കാം പ്രശ്നം. അതല്ലാന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ ബി ക്രാഷ് ഡൗൺ, അതായത് ലൊക്കേഷൻ ബിക്ക് എന്തോ പ്രശ്നം പറ്റിയിട്ട് അത് ആ ലൊക്കേഷനെ ക്രാഷായി പോയതാവാം ചിലപ്പം. പിന്നെന്താ അടുത്ത പറയുന്നത്, സോ ഇറ്റ് ഈസ് ആക്ച്വലി വെരി ഡിഫിക്കൾട്ട് ടു ഫൈൻഡ് ദ കോസ്. പിന്നെ എന്താ, ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിൽ, വലിയൊരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിൽ എന്താണ് പ്രശ്നം, എന്തിനാണ് പ്രശ്നം എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ള, ഫെയിലിയർ ആയത് എന്താണെന്ന് കണ്ടുപിടിക്കുക, അതെന്തുകൊണ്ടാണെന്നൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ള അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പം ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസിന് റിക്കവറിയിൽ അത്രയും എഫക്റ്റ് ചെയ്യുന്ന സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു കമ്മിറ്റ് എന്നുള്ള ആ ഒരു ടേമിനെ പറ്റിയിട്ട്. അപ്പോൾ ഒരു നെറ്റ്വർക്കിലെ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്മിറ്റ് എന്ന് പറയുന്നത് എന്താണ്, is also a serious problem ആണ്, which can affect the recovery in the ആ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് കമ്മിറ്റ്, ഒരു നെറ്റ്വർക്കിലെ
ഡിസ്ട്രിബ്യൂട്ടഡ് കമ്മിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസിൻ്റെ റിക്കവറിക്ക് അത്രയും സീരിയസ് ആയിട്ടുള്ളൊരു പ്രോബ്ലം ആണ്. ഇനി നമ്മൾ ടു ഫേസ് കമ്മിറ്റ് പ്രോട്ടോക്കോൾ ഇൻ ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. Two-phase protocol is a type of atomic commitment protocol. Two-phase commitment protocol എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു two-phase commit protocol എന്ന് പറയുന്നത് ഒരു is a type of atomic commitment protocol ആണ്. This is a distributed algorithm which can coordinate all the process that participate in the database. ഒരു ഡാറ്റാബേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ പ്രോസസ്സിനെയും കോർഡിനേറ്റ് ചെയ്യും. ആൻഡ് അതെന്ത് തീരുമാനിക്കും? ഈ ടു ഫേസ് പ്രോട്ടോക്കോളാണ് തീരുമാനിക്കുക ഏതിനെ കമ്മിറ്റ് ആക്കണം, ഏത് ട്രാൻസാക്ഷനെ ടെർമിനേറ്റ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ടു ഫേസ് പ്രോട്ടോക്കോളാണ്. ദ പ്രോട്ടോക്കോൾ ഈസ് ബേസ്ഡ് ഓൺ, ഈ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് കമ്മിറ്റ് ആൻഡ് ടെർമിനേറ്റ് ആക്ഷനെ ബേസ് ചെയ്തിട്ടാണ് ഫുൾ അതിൻ്റെ വർക്കിംഗ് എന്നൊക്കെ പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്? ദ ടു ഫേസ് പ്രോട്ടോക്കോൾ എൻഷുവേഴ്സ് ദാറ്റ് ഓൾ പാർട്ടിസിപ്പൻറ്റ് വിച്ച് ആർ ആക്സസിങ് ദ ഡാറ്റാബേസ് സെർവർ ക്യാൻ റിസീവ്, അതായത് എല്ലാ പാർട്ടിസിപ്പൻസിനും ഈ ഡാറ്റാബേസ് സെർവറിനെ ആക്സസ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ അതിൽ എന്തെങ്കിലും ആക്ഷൻസൊക്കെ പെർഫോം ചെയ്യാനും പറ്റും. അതായത് കമ്മിറ്റ്, ടെർമിനേറ്റ് ആ ആക്ഷൻസൊക്കെ പെർഫോം ചെയ്യാൻ പറ്റും. ഇൻ കേസ് ഓഫ് ലോക്കൽ നെറ്റ്വർക്ക് ഫെയിലിയറിൻ്റെ ടൈമിൽ ഈ ആക്ഷൻസൊക്കെ ഒരു പാർട്ടിസിപ്പൻറ്റിന് ചെയ്യാൻ പറ്റും. Two-phase commit protocol provides automatic recovery mechanism in case of a system failure. ഒരു സിസ്റ്റം ഫെയിലിയറിൻ്റെ ടൈമിൽ ഈ two-phase commit പ്രോട്ടോക്കോളിന് ഓട്ടോമാറ്റിക്കലി റിക്കവറി മെക്കാനിസം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. The location at which original transaction take place is called as coordinator. ഒറിജിനൽ ട്രാൻസാക്ഷൻ നടക്കുന്ന ആ ലൊക്കേഷന് നമ്മൾ പറയുക കോർഡിനേറ്റർ എന്നും, ആൻഡ് വേർ ദ സബ് പ്രോസസ്സ് നടക്കുന്ന സ്ഥലത്തിന് നമ്മൾ കോഹോർട്ട് എന്നാണ് പറയുക. ഇനി എന്താണ് നമുക്ക് ജസ്റ്റ് കമ്മിറ്റ് റിക്വസ്റ്റ് എന്താണ്, കമ്മിറ്റ് ഫേസ് എന്താണെന്ന് ജസ്റ്റ് നോക്കാം. കമ്മിറ്റ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ കമ്മിറ്റ് ഫേസ് ദ കോർഡിനേറ്റ് അറ്റംപ്റ്റ്സ് ടു പ്രിപ്പയർ ഓൾ കോഹോർട്ട്സ് ആൻഡ് ടേക്ക് നെസസറി സ്റ്റെപ്പ് ടു കമ്മിറ്റ്. ഈ കമ്മിറ്റ് റിക്വസ്റ്റിൻ്റെ ടൈമിൽ കമ്മിറ്റ് ഫേസിൽ കോർഡിനേറ്റർ എന്താക്കും? അറ്റംപ്റ്റ് ടു പ്രിപ്പയർ എല്ലാ കോഹോർട്ട്സിനെയും പ്രിപ്പയർ ചെയ്ത് വെക്കും. ആൻഡ് ടേക്ക് നെസസറി സ്റ്റെപ്പ് ടു കമ്മിറ്റ് ഓർ ടെർമിനേറ്റ്. എന്നിട്ട് എന്താക്കും? പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഓരോ ട്രാൻസാക്ഷൻ ടെർമിനേറ്റ് ചെയ്യണോ കമ്മിറ്റ് ചെയ്യണോ എന്നുള്ള നെസസറി സ്റ്റെപ്പ് ടേക്ക് പ്ലേസ് ചെയ്യും. അതാണ് കമ്മിറ്റ് റിക്വസ്റ്റ് എന്ന് പറയുന്നത്. ഇനി കമ്മിറ്റ് ഫേസ് എന്ന് പറയുകയാണെങ്കിൽ ഈസ് ബേസ്ഡ് ഓൺ വോട്ടിംഗ് ഓഫ് കോഹറൻറ്റ് ആൻഡ് ദ കോർഡിനേറ്റർ ഡിസൈഡ് ടു, അത് കോഹറൻറ്റിൻ്റെ വോട്ടിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് നടക്കുന്നത്. അതായത് വോട്ടിംഗ് ഓഫ് കോഹറൻ്റ് ആണ്. ആൻഡ് കോർഡിനേറ്റർ ഡിസൈഡ് ചെയ്യും. സെയിം പോലെ തന്നെ കോർഡിനേറ്ററാണ് അവിടെ ഡിസൈഡ് ചെയ്യുക കമ്മിറ്റ് ചെയ്യണോ ടെർമിനേറ്റ് ചെയ്യണോ വേണ്ടതെന്നുള്ളത്. ഇത്രയാണ് കമ്മിറ്റ് ഫേസിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പം നമുക്ക് ഏകദേശം കൺകറൻസി കൺട്രോൾ എന്താണ്, അതിൻ്റെ പ്രോബ്ലംസ് എന്താണ്, അതിനെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം, പിന്നെ എന്താണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസിൻ്റെ റിക്കവറി എന്നൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.